ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഹാർബറിലേക്ക് വന്നപ്പോൾ ടീ ജെട്ടിയിലേക്ക് വന്നപ്പോൾ കണ്ട കാഴ്ചയാണിത്. നമ്മുടെ ഒരു ഫ്രണ്ട്, അതായത് ദ്വീപിലെ മർക്കസ് ഹോസ്പിറ്റൽ പ്രൈമറി ഹെൽത്ത് സെൻറ്ററിലെ ഡ്രൈവറാണ്, ആംബുലൻസ് ഡ്രൈവറാണ് ഇദ്ദേഹത്തിന് ഒരു ഗാരേജ് ഉണ്ട്, വർക്ക്ഷോപ്പ്, 2 വീലർ അതേപോലെ തന്നെ 4 വീലർ ഇതൊക്കെ റിപ്പയറിങ് മെയിൻ്റനൻസ് വർക്കൊക്കെ ചെയ്യുന്നത് ഐലൻഡിലെ എല്ലാ വർക്കും എടുക്കുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ പേര് ഇബ്രാഹിം നസീർ എന്നാണ്, ഇസ്മയിൽ നസീർ ഇസേന്ന് വിളിക്കാറുള്ളത്. അപ്പോൾ ഇങ്ങനെ മീൻ നേരാക്കുന്നതാണ് കണ്ടത്. അപ്പോൾ എന്താ കാര്യം ചോദിച്ചാൽ നമുക്കറിയായിരുന്നു, നാളെ നമ്മുടെ ഐലൻഡിലേക്ക് ദ്വീപിലേക്ക് പ്രസിഡൻറ്റ് വരികയാണ്, മാലദ്വീപിയൻ പ്രസിഡൻറ്റ് മുഹമ്മദ് മുയിസ്. അദ്ദേഹം വരുന്നത് ഇവിടെ ഒരു ഐലൻഡ് ഓഫീസുണ്ട്, നമ്മുടെ നാട്ടിലത്തെ പഞ്ചായത്ത് ഓഫീസ് പോലെ. ആ പഞ്ചായത്ത് ഓഫീസ് ഉദ്ഘാടനം ചെയ്യാനാണ്. അതായത് ഓൾറെഡി റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഓപ്പൺ ചെയ്ത് ഒരു 4-5 മാസമായി. അപ്പോൾ ഒഫീഷ്യലി ഔദ്യോഗികമായിട്ട് ഇനോഗ്രേഷന് വേണ്ടി അദ്ദേഹം വരികയാണ്. അപ്പോൾ അദ്ദേഹം വരുമ്പോൾ അദ്ദേഹത്തിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഭക്ഷണം നാട്ടുകാരാണ് ഉണ്ടാക്കുന്നത്, ഐലൻഡേഴ്സാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇവരോട് പറഞ്ഞിരിക്കുന്നത് 20 മീൻ കൊണ്ടുവരാനാണ്. ഇത് വന്നിട്ട് ട്യൂണ ഫിഷാണ്. ട്യൂണ ഒരു കറി ഉണ്ടാക്കാൻ ഉപയോഗിക്കും. മറ്റേത് അപ്പുറത്ത് നമ്മൾ കാണുന്നത് വറ്റയാണ്, അത് ബാർബിക്യൂ ചെയ്യാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഈ ട്യൂണ ഇവർ ചെയ്യുന്നത്, ട്യൂണ വന്നിട്ട് ഇവർ ഗർദിയ എന്ന് പറയുന്ന ഒരു ആഹാരമാണത്. അതൊരു ലിക്വിഡാണ്, കറി പോലെ, നമ്മൾ രസമൊക്കെ ഉണ്ടാക്കുന്ന പോലെ. ഇവർ കൊണ്ടുപോയ ചൂര കൊണ്ടുപോയിട്ട് അവർ ചുടുവെള്ളത്തിലിട്ട് തിളപ്പിച്ച് കഴിഞ്ഞിട്ട് ആ മീനെടുത്ത് മാറ്റിയിട്ട് ആ വെള്ളത്തിൽ പച്ചമുളക്, ഉള്ളി, നാരങ്ങയൊക്കെ പിഴിഞ്ഞിട്ട് ആ വെള്ളമാണ് ചോറിന് ഉപയോഗിക്കുക. ചോറിലൊഴിച്ച് കഴിക്കുന്ന ആ വെള്ളമാണ്, നല്ല പ്രോട്ടീനായിട്ടുള്ള വെള്ളമാണത്. പിന്നെ ഈ മീൻ ഇവരെന്ത് ചെയ്യും, ആ തിളപ്പിച്ച വെള്ളത്തിൽ നിന്ന് എടുത്ത മീൻ ഇവർ ഈ പുകയടുപ്പിൽ വെച്ച്, അതായത് വിറകടുപ്പിൽ വെച്ച് ആ പുക കൊണ്ട് ഉണക്കിയെടുക്കും. അത് സ്മോക്ക്ഡ് ഫിഷ് എന്നാണ് പറയുക. ആ സ്മോക്ക്ഡ് ഫിഷ് ഇവർ എല്ലാ കറികളിലും അതാണ് ഉപയോഗപ്പെടുത്തുന്നത്. ആ സ്മോക്ക്ഡ് ഫിഷാണ്. പരിപ്പാണെങ്കിലും ശരി, മുട്ടക്കറി വെച്ചാലും ശരി, പിന്നെ തോരൻ ഉണ്ടാക്കിയാലും ശരി, ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയാലും ശരി, എല്ലാറ്റിലും അതാണ് അവർ ഉപയോഗിക്കുന്നത്, സ്മോക്ക്ഡ് ഫിഷ്. ഇവിടെ ഇദ്ദേഹം ഈ മീൻ കട്ട് ചെയ്യുന്ന ആൾ വലിയ എക്സ്പേർട്ടൊന്നുമല്ല, കാരണം അപൂർവമായിട്ട് മീൻ പിടിക്കാനൊക്കെ പോകാറുള്ളൂ. ഇതിപ്പോൾ അങ്ങനെ പറയുന്നത് 20 മിനിറ്റ് കൊണ്ട് പിടിച്ച മീൻ എന്നാണ്. 20 മിനിറ്റ് കൊണ്ട് തന്നെ കൂടുതൽ പിടിച്ചിട്ടുണ്ട്. വളരെ നല്ല ഫിഷ് കളക്ഷനാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്നോട് സംസാരിച്ചുകൊണ്ടേയിരുന്നു, അത്ര എക്സ്പേർട്ടൊന്നുമല്ല, പിന്നെ മീൻ അങ്ങനെ സ്മൂത്തായിട്ട് കട്ട് ചെയ്യാനൊന്നും അറിയില്ല എന്നൊക്കെ. പക്ഷേ കുഴപ്പമൊന്നുമില്ല, ആൾ നല്ല രീതിയിൽ തന്നെ മീൻ കട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അതിൻ്റെ മാംസം തന്നെ ഒരു തുള്ളി നഷ്ടപ്പെടാതെ തന്നെ കട്ട് ചെയ്യുന്നുണ്ട്. ഇതേപോലെ ഇതപ്പോൾ അത് തല മുറിച്ച് മാറ്റിയിട്ട്, തല സാധാരണ അവർ ഉപയോഗിക്കാറുണ്ട്, പക്ഷേ ഇന്ന് സമയമില്ലാത്തതുകൊണ്ട് ആ തല വെള്ളത്തിലേക്ക് ഇട്ട് കഴിയുമ്പോൾ അവിടെയുള്ള മീനുകൾ വന്ന് ആ തല ഭക്ഷിച്ചുള്ളത്. ഇതിപ്പോൾ തോല് ചീന്തിയെടുക്കുകയാണ്, തോല് മാറ്റുകയാണ് അവർ. അപ്പോൾ തോല് അങ്ങനെ സംസാരിച്ചുകൊണ്ടേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തോല് മാറ്റുമ്പോൾ ഭയങ്കര ടഫാണ്, കാരണം ഫ്രഷായ മീനായതുകൊണ്ട് മീനിൻ്റെ ബോഡി വന്നിട്ട് നല്ല ചൂടായിരിക്കും. അപ്പോൾ വലിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണെന്നൊക്കെ പറയാണ്. അത് വലിച്ചെടുത്ത് ആ തോല് അങ്ങനെ വെള്ളത്തിലേക്ക് ഇട്ടാണ് മറ്റുള്ള മീനുകൾ ഭക്ഷിച്ചുള്ളത്. അപ്പോൾ ആദ്യം ഒരു മീൻ അവർ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് മാറ്റി മുള്ളൊക്കെ വളരെ വൃത്തിയായിട്ട് എടുത്ത് മാറ്റുക ചെയ്യാറുള്ളത്, യാതൊരുവിധ കുഴപ്പങ്ങളില്ലാതെ. അപ്പോൾ ആ ഭാഗത്ത് കാണുന്നത് അത് വറ്റയാണ്. ആ വറ്റ പിന്നെ അവർ എന്ത് ചെയ്യും, ബാർബിക്യൂ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുകയാണ്. ഇവിടെ വന്നിട്ട് പൊതുവേ മിക്കവാറും എല്ലാ ഫംഗ്ഷനിലും ബാർബിക്യൂ, അതായത്
കനലിൽ ചുട്ടെടുക്കുക. മെയിനായിട്ട് ചിരട്ടയാണ് ഉപയോഗിക്കുക. ചിരട്ട കത്തിച്ചിട്ട് ആ ചിരട്ടയിൽ ഇവർ ചുട്ടെടുക്കുകയാണ്. അതിന് വേണ്ടി തയ്യാറാക്കിയ മസാലയൊക്കെ കൂട്ടൊക്കെ ചെയ്ത് ആ മസാലയൊക്കെ ഇതിൽ തേച്ച് പിടിപ്പിച്ച് ഒരു അരമണിക്കൂർ 1 മണിക്കൂർ കഴിഞ്ഞ് നന്നായിട്ട് മുളക് ഉപ്പൊക്കെ പിടിച്ചതിന് ശേഷം അവർ ചുട്ടെടുക്കും. നല്ല രീതിയിൽ തന്നെ വെന്തിട്ടുണ്ടാവും, നല്ല രുചിയും ഉണ്ടാവും ഇത്. അങ്ങനെ വളരെ മനോഹരമായിട്ട് ചുട്ടെടുക്കും. അങ്ങനെ പിന്നെ ഈ ഉണ്ടോ അത് വെള്ളത്തിലേക്ക് ഇടുകയാണ്, അത് മറ്റുള്ള മീനുകൾ ഭക്ഷിച്ചുള്ളത്. പിന്നെ ഈ പ്രസിഡന്റ് വരുന്നുണ്ട്. പ്രസിഡന്റ് കൂടെ തന്നെ 1-2 മിനിസ്റ്റേഴ്സ് ഉണ്ടാവും. എഡ്യൂക്കേഷൻ മിനിസ്റ്റർ വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അതേപോലെ പിന്നെ പോലീസ് ഫോഴ്സ് ഉണ്ടാവും. പിന്നെ ഇവിടെ ആർമിക്ക് വരെ അവർ ആർമിയല്ല പറയുന്നത്, MNDF എന്നാണ് പറയുക, മാൽദീവ്സ് നാഷണൽ ഡിഫൻസ് ഫോഴ്സ് എന്നാണ് പറയുന്നത്. അവരുണ്ടാവും. കോസ്റ്റ് ഗാർഡിൻ്റെ ടീം ഉണ്ടാവും, മെഡിക്കൽ ടീം ഉണ്ടാവും. വലിയൊരു യോട്ടായിരിക്കും വരുന്നത്, വലിയൊരു ഷിപ്പ് പോലെ, കപ്പൽ പോലത്തെ. അതിൽ അത്യാവശ്യം എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ടാവും. അങ്ങനെ പിന്നെ വേറെ പറഞ്ഞു കേട്ടത് ഇവർ മാൽദീവ്സ് ബാങ്ക് ഉണ്ട്, BML, ബാങ്ക് ഓഫ് മാൽദീവ്സ്. അവിടെ ഒരു ATM സെൻറ്റർ നമ്മുടെ ദ്വീപിൽ തുടങ്ങുന്നുണ്ടെന്നും പറയുന്നുണ്ട്. അങ്ങനെ വളരെ മനോഹരമായിട്ടുള്ള ഒരു ട്രിപ്പായിരിക്കുന്നു തോന്നുന്നത്. കാരണം വന്നു കഴിയുമ്പോൾ ഇങ്ങനെ പ്രസിഡൻ്റൊക്കെ വരുമ്പോൾ പല പുതിയ സ്കീം ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇവർക്കുള്ള ഐലൻഡേഴ്സിന് പ്രയോജനപ്രദമായ രീതിയിൽ അവരെന്തെങ്കിലും പ്രഖ്യാപനം നടത്തും, അതിനനുസരിച്ച് ചെയ്തും കൊടുക്കും. പക്ഷേ നമ്മുടെ നാടുമായിട്ട് ഇപ്പോഴത്തെ പ്രസിഡന്റ് ചെറിയൊരു ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അവർ കയറിയ സമയത്ത് എഗെയിൻ നമ്മുടെ നാട്ടിന് എതിരൊക്കെ ആയിരുന്നു, നമ്മുടെ രാജ്യത്തിന് എതിരായിട്ടൊക്കെയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ വളരെയധികം സഫർ ചെയ്തു. അതിൻ്റെ പേരിൽ അവർ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടി. പിന്നെ ഇപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രിനെയൊക്കെ കണ്ട് സഹായം ഒക്കെ അവർ തേടിയിട്ടുണ്ട്. ഇപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ പോകുന്നുണ്ട്. അങ്ങനെ പിന്നെ ഈ മാൽദീവ്സ് എന്ന് പറയുന്നത് 1200 ഐലൻഡ് ചേർന്നതാണ്. ഈ 1200 ഐലൻഡിൽ 200 ഐലൻഡിൽ ആൾതാമസമുള്ളൂ. ഇൻഹാബിറ്റഡ് ഐലൻഡ് 200 ദ്വീപുകളാണ്. ബാക്കിയുള്ള 1000-ഓളം ദ്വീപുകൾ വെറുതെ മണലും പിന്നെ തെങ്ങ് കാര്യങ്ങളൊക്കെ അങ്ങനെ വെറുതെ കിടക്കുകയാണ്. അതൊന്നും ആൾതാമസമില്ല. ഈ 200 ദ്വീപിൽ തന്നെ വളരെ കുറച്ച് ദ്വീപിൽ മാത്രമേ നല്ല പോപ്പുലേഷൻ ഉള്ളൂ. ഒരു 8-10 ദ്വീപ് മാത്രം നമുക്ക് പറയാം. മാക്സിമം ഒരു 20 ദ്വീപിലാണ് കൂടുതൽ പോപ്പുലേഷൻ ഉള്ളത്. ബാക്കിയുള്ള ദ്വീപുകളിലൊക്കെ 500 പേര്, 400 പേര്, 200 പേര്, 800 പേര് അങ്ങനെയൊക്കെയാണ്. വളരെ കുറവ് തന്നെയാണ്. പക്ഷേ എന്നിട്ടും ഓരോ ഐലൻഡിലും ഇവർ ഹെൽത്ത് സെൻറ്റർ ഉണ്ടാവും. ഓരോ ഐലൻഡിലും ഓരോ ഹെൽത്ത് സെൻറ്റർ, പ്രൈമറി ഹെൽത്ത് സെൻറ്റർ, പ്രാഥമിക ആരോഗ്യ കേന്ദ്രം ഉണ്ടാവും, ഒരു സ്കൂളുണ്ടാവും, പഞ്ചായത്ത് ഓഫീസ് ഉണ്ടാവും. അതേപോലെ ഇലക്ട്രിസിറ്റി ബോർഡ് വന്നിട്ട് ഇവിടെ ഇലക്ട്രിസിറ്റി ബോർഡ് ഫെനക്ക എന്ന് പറഞ്ഞ ഒരു പ്രൈവറ്റ് ഏജൻസിയാണ് നടത്തുന്നത്. അപ്പോൾ ഇതൊക്കെ എന്താ പറയുന്നത്, എല്ലാവിധ സൗകര്യങ്ങളും അവർ ചെയ്തു കൊടുക്കുന്നുണ്ട് ഐലൻഡേഴ്സിന് വേണ്ടത്. പിന്നെ ഹാർബർ ഉണ്ടാവും. പിന്നെ സപ്ലൈ ബോട്ട് ഉണ്ട്. അത് 10 ദിവസം കൂടുമ്പോൾ അല്ലെങ്കിൽ ഒരാഴ്ച കൂടുമ്പോൾ മാലിയിൽ പോയിട്ട് എല്ലാ സാധനങ്ങളും കൊണ്ടുവരും. അത് ഡിപ്പെൻഡ് ചെയ്താണ് അവരിയ്ക്കുന്നത്. അതേപോലെ തന്നെ ഇപ്പം ഞാൻ ഉള്ള ഐലൻഡിൽ, ദ്വീപിൽ ഇവിടെ ഒരു ഹെൽത്ത് സെൻ്റർ ഉണ്ട്, ഒരു സ്കൂളുണ്ട്, പിന്നെ ഒരു പഞ്ചായത്ത് ഓഫീസ്, അതായത് ഇവിടെ ഐലൻഡ് ഓഫീസ് സെക്രട്ടേറിയറ്റ് എന്ന് പറയും, പഞ്ചായത്ത് ഓഫീസുണ്ട്. പിന്നെ ഫെനക്ക ഇലക്ട്രിസിറ്റി ഓഫീസുണ്ട്. അപ്പോൾ ഇവിടെ വേണ്ട കാര്യങ്ങളൊക്കെ ഇവർ തന്നെയാണ് നോക്കുന്നത്. പിന്നെ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് 24 hours. പവർ കട്ടോ ലോഡ് ഷെഡിങ് അങ്ങനെ ഒരു വിഷയമില്ല ഇവിടെ. കാരണം ഇവിടെ ഡീസൽ എൻജിൻ വെച്ചിട്ടാണ് പവർ സപ്ലൈ ചെയ്യുന്നത്. കറണ്ട് മെയിൻ്റനൻസ് വർക്കോ അല്ലെങ്കിൽ കറണ്ട് കണക്ഷൻ കട്ടാവുന്ന അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അവർ അപ്പോൾ തന്നെ അനൗൺസ് ചെയ്യും. അത് വളരെ റയറായിട്ട് അങ്ങനെ ഉള്ളൂ. അനൗൺസ് ചെയ്തിട്ട് 1 മണിക്കൂറോ 2 മണിക്കൂറോ കഴിഞ്ഞിട്ടും വീണ്ടും പവർ സപ്ലൈ കണ്ടിന്യൂ ചെയ്യും. അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ പോകുന്നുണ്ട് ആൾക്കാരും. പിന്നെ ആൾക്കാർക്കും അധികം ഇവിടെയുള്ള ലോക്കൽസിനും അവർ എന്താ പറയുക, അവർ വലിയ അവർക്ക് ആഗ്രഹങ്ങളോ അല്ലെങ്കിൽ എല്ലാം സാധിക്കണം, എത്തിപ്പിടിക്കണം അങ്ങനത്തെ ഒന്നുമില്ല. അവർക്ക് അവരുടെ ലൈഫ് സ്മൂത്തായിട്ട് കൊണ്ടുപോയാൽ മതി. കാരണം ഇവിടെ അരി, അതേപോലെ പഞ്ചസാര, പിന്നെ വീറ്റ് ഫ്ലോർ, മൈദമാവാണ് അമേരിക്കൻ വീറ്റ് ഫ്ലോർ എന്നാണ് പറയുക. അത് എല്ലാം 5 രൂപയാണ് ഈ 3 ഐറ്റംസിനും. അതിൽ
ഗവൺമെൻറ് റൂൾ പ്രകാരം അതിന് വില കൂട്ടാൻ പാടില്ല എന്നാണ്. അരിക്ക് 5 രൂപ, പഞ്ചസാരയ്ക്ക് 5 രൂപ, വീറ്റ് ഫ്ലവറിന് 5 രൂപ. ഓക്കെ, അപ്പോൾ ബേസിക്കായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയി. പിന്നെ മീനാണ് മെയിൻ ഭക്ഷണം. ഇതേപോലെ കടലിൽ പോയി കഴിഞ്ഞാൽ ജെട്ടി പോയി അല്ലെങ്കിൽ ഹാർബർ മീൻ പിടിക്കുന്ന സ്ഥലത്ത് എവിടെയാണെങ്കിലും പോയി കഴിഞ്ഞ് എങ്ങനെ പോയാലും അവർക്ക് ഈസി ആയിട്ട് മീൻ പിടിച്ച് കൊണ്ടുവരാൻ പറ്റും. അത് തന്നെ അവർ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഗർദിയ, റിഹാക്കുറു, ഗർദിയ അങ്ങനത്തെ ഒക്കെ ഉണ്ട്. ഈ മീൻ വെള്ളം, തിളപ്പിച്ച വെള്ളത്തിൽ മീനിട്ടിട്ട് ആ വെള്ളമാണ് കഴിക്കാൻ. ഭയങ്കര ഹൈ പ്രോട്ടീനാണിത്. കാരണം നമ്മൾ അതിൽ ഒന്നും ആഡ് ചെയ്യാത്തതുകൊണ്ട്, മസാലകളൊന്നും ചേർക്കാത്തതുകൊണ്ട് ആ പ്രോട്ടീൻ അതേപോലെ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ ബോഡി അബ്സോർബ് ചെയ്യുന്ന പറയുക. ഹൈ പ്രോട്ടീനായിട്ടുള്ള ഫുഡാണിത്. ഹൈ പ്രോട്ടീനാണ് ഈ ചൂര എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ മാത്രം അവർക്ക് പൈസ ചിലവാക്കിയാൽ മതി. അങ്ങനെ ചിലവ് അത്യാവശ്യം വലിയ രീതിയിലുള്ള ചിലവ് കാര്യങ്ങളൊന്നുമില്ല ശരിക്കും പറയുകയാണെങ്കിൽ. പിന്നെ ഈ 65 വയസ്സായി കഴിഞ്ഞാൽ ഗവൺമെൻറ് പെൻഷനാണ് 5000 റുപ്യ വെച്ചിട്ട്. അതായത് നമ്മുടെ നാട്ടിലത്തെ ഒരു 25,000 രൂപയാണ് മിനിമം ചുരുങ്ങിയത് ഓരോ ആൾക്കും 65 വയസ്സിന് ശേഷം കിട്ടുന്നത്. അതേപോലെ തന്നെ ഈ വയസ്സായ ആൾക്കാർക്ക്, വയസ്സായെന്നല്ല എല്ലാവർക്കും ഇവർക്കൊരു ഇൻഷുറൻസ് ഉണ്ട്, ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട്. എല്ലാം ഫ്രീ ആണ്. മരുന്നാണെങ്കിലും ശരി, കൺസൾട്ടേഷൻ ആയാലും ശരി, എക്സ്റേ, ECG എന്ത് തന്നെയാണ്, സർജറി ആണെങ്കിലും എല്ലാം അവർക്ക് ഫ്രീ ആണ്. അതുകൊണ്ട് മെഡിക്കലിന് വേണ്ടിയിട്ട് ഇവർക്ക് പൈസ ചിലവാക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. അങ്ങനെ ഇവരുടെ ലൈഫ് എന്ന് പറയുമ്പോൾ വളരെ സ്മൂത്താണ്, മനോഹരമായിട്ട് പോകുന്നുണ്ട്. പിന്നെ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് അതിന് അവർ ഇന്ത്യ തന്നെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഇവർക്ക് വേണ്ട മെഡിക്കൽ സപ്പോർട്ടൊക്കെ കൊടുക്കുന്നത്. പിന്നെ ഇവിടുത്തെ ആൾക്കാർ ഹെൽത്ത് ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ തിരുവനന്തപുരം, കൊച്ചി, ബാംഗ്ലൂർ, ചെന്നൈ ഇവിടെയൊക്കെ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിന് പോകുന്നുണ്ട്. പിന്നെ ഇവർക്ക് വേണ്ട ഭക്ഷണ സാധനങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ തന്നെ വരുന്നത്. പച്ചക്കറി ആയാലും ശരി, അരിയാണെങ്കിലും ശരി, എല്ലാം. അങ്ങനെ സംസാരിച്ചു കൊണ്ടിരുന്നു. ഈ ഇസ്മായിൽ നസീർ എന്ന് പറയുന്ന ഈസെ എല്ലാതും ഓരോന്നായിട്ട് മാക്സിമം കട്ട് ചെയ്ത് കഴിഞ്ഞു. പറഞ്ഞു ഇനിയിപ്പോൾ പോയിട്ട് കുറേ പണിയുണ്ട്, ഇത് പോയിട്ട് എല്ലാം സെറ്റ് ചെയ്ത് വെക്കണം, നാളത്തെ പ്രോഗ്രാമിനുള്ളതാണ്. കഴിഞ്ഞ പ്രാവശ്യം ഇത് ഈ പാർട്ടി വന്നിട്ട് ഇപ്പോഴത്തെ വന്ന് PPM ആണ്. PPM അല്ല, PNC, പീപ്പിൾസ് നാഷണൽ കോൺഗ്രസ് അങ്ങനെ എന്തോ ആണ് ഈ മുഹമ്മദ് മുഹമ്മദിൻ്റെ പാർട്ടി. അപ്പോൾ അവർ വരുന്നതിന് മുമ്പ് MDPയുടെ മാൽദീവ്സ് ഡെമോക്രാറ്റിക് പാർട്ടി, ആ പാർട്ടിയുടെ ആ പാർട്ടിയായിരുന്നു റൂളിങ്ങിലുണ്ടായിരുന്നത്. അപ്പോൾ ആ പ്രസിഡൻറ്റ് ഇവിടെ വന്നിട്ടുണ്ട്. ഇതേപോലെ വന്ന സമയത്തും ഇതേപോലത്തെ ട്രീറ്റ്മെൻറ്റൊക്കെ തന്നെയായിരുന്നു. ജനങ്ങൾ ഒന്നിച്ചു കൂടും, ഹാർബറിൽ പോയിട്ട് അവരെ സ്വീകരിക്കലും, പിന്നെ അവരുടെ ജനങ്ങളുടെ ക്ഷേമാന്വേഷണം, ജനങ്ങളുമായിട്ടുള്ള മീറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ തന്നെ ആയിരിക്കും ഇതും. അങ്ങനത്തെ ഇത് പിന്നെ എല്ലാം മനോഹരമായിട്ട് പോയി. ജനങ്ങളും ഹാപ്പിയാണ്, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെ ഓരോ കാര്യങ്ങളും സംസാരിച്ചുകൊണ്ട് ഈ ഈസെ മീൻ കംപ്ലീറ്റ് കട്ട് ചെയ്ത് കഴിയാറായി. അതിൻ്റെ ഇടയ്ക്ക് അങ്ങേര് പറഞ്ഞു, അങ്ങേർക്കൊരു ബോട്ടുണ്ട്, സ്പീഡ് ലോഞ്ചാണ്. അത് കാം ആണെങ്കിൽ, വലിയ റഫൊന്നും ഇല്ലെങ്കിൽ, വലിയ വേവ്സ് ഒന്നും ഇല്ലെങ്കിൽ മാക്സിമം എല്ലാ ഡിസ്റ്റൻസിലെയും ആ ബോട്ടിൽ തന്നെ പോകാറുള്ളത്. കുറച്ച് ചീപ്പാണ് അങ്ങേരെ എമൗണ്ട് വന്നിട്ട്, ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. പിന്നെ ടീച്ചേഴ്സിനൊക്കെ ചെറിയ പൈസയ്ക്ക് സൈക്കിൾ റിപ്പയർ ചെയ്തും അതേപോലെ തന്നെ പഴയ സെക്കൻഡ് ഹാൻഡ് സൈക്കിളൊക്കെ കൊടുക്കാറുണ്ട്. നല്ല ഹെൽപ്ഫുള്ളായ ഒരു മനുഷ്യനാണ്. അങ്ങനെ സംസാരിച്ച് മീനൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞു. പിന്നെ വേസ്റ്റൊക്കെ കടലിൽ തന്നെ തള്ളി. ആ വേസ്റ്റ് എല്ലാം മീനുകളൊക്കെ കഴിക്കും. ഇനിയിപ്പോൾ ലാസ്റ്റ് ഒന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടെ അടുത്ത് തന്നെ ആ TJT തന്നെ പൈപ്പ് കണക്ഷൻ ഉള്ളത് കൊണ്ട് ക്ലീൻ ചെയ്ത് അപ്പം തന്നെ കഴുകി വൃത്തിയാക്കി കൊണ്ടുപോകാം.
ചില ആൾക്കാർ വീട്ടിൽ നിന്ന് വരുമ്പോൾ തന്നെ ബക്കറ്റൊക്കെ ആയിട്ടാണ് വരിക. അപ്പോൾ കഴുകി വൃത്തിയാക്കി ബക്കറ്റിലിട്ട് കൊണ്ടുപോകും. ചില ആൾക്കാർ കവർ കൊണ്ടുവരും, കവറിലിട്ടിട്ടാണ് കൊണ്ടുപോകുന്നത്. പിന്നെ കത്തി മൂർച്ചയാക്കാനുള്ള ആ ഒരു കല്ല്, അതൊക്കെ ആ തീച്ചട്ടി തന്നെ വെച്ചിട്ടുണ്ടാവും. കാരണം ഇതൊന്നും നമ്മുടെ നാട്ടിൽ നമുക്ക് ഊഹിക്കാൻ കൂടെ പറ്റില്ല. നമ്മുടെ നാട്ടിൽ വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ അടുത്ത ദിവസം വരുമ്പോൾ ഒരു സാധനം അവിടെ കാണാൻ പറ്റില്ല. പക്ഷേ ഇവിടെ ദ്വീപായതുകൊണ്ട് എവിടെയും പോകാൻ ചാൻസ് ഇല്ല, ആരും എടുത്തിട്ടും പോകില്ല. അതുകൊണ്ട് എല്ലാം അവിടെ തന്നെയാണ്. കത്തി വെച്ചിട്ടുണ്ടാവും, പിന്നെ ഈ കത്തി മൂർച്ചയാക്കാനുള്ള കല്ല് വെച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാ കാര്യവും തീച്ചട്ടി തന്നെ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ സംസാരിച്ച് മാക്സിമം എല്ലാം കഴിഞ്ഞു. കടലിൽ തന്നെ ഇട്ട് നിറയെ മീനുകളാണുള്ളത്. കടലിൽ നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ബാക്കിയുള്ള ചെറിയ ചെറിയ മുള്ളുകളൊക്കെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. നല്ല രീതിയിൽ തന്നെ വൃത്തിയാക്കി അതിനകത്ത് നടുവിൽ മുള്ളുണ്ട്, ചെറിയൊരു മുള്ളുണ്ട്. ആ ഒരു പീസ് അങ്ങനെ വെട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. കഴിഞ്ഞു, എല്ലാം വൃത്തിയാക്കി